പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരുകൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ സ്വന്ത വേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കിവച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സൗഖ്യദായകനായ യേശുവിൻ്റെ വചനങ്ങളാൽ വിശ്വാസം വർദ്ധിപ്പിച്ച് അവിടുന്ന് നൽകുന്ന സന്തോഷത്തിലേക്ക് ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേസസ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാതിരേകത്തിന് അനുസൃതമായി ദയ കാണിക്കും. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 31 മുതൽ 32 വരെ. കർത്താവിനറിയാത്ത ഒരു ദുഃഖവും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ജീവിതത്തിലെ ഏത് ദുഃഖങ്ങളിലും നമ്മോട് ചേർന്ന് നിൽക്കാൻ അവിടുന്ന് നമ്മോടൊപ്പമുണ്ട്. കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ വചനങ്ങൾക്ക് പുറകെ പോയ ഒരു കുടുംബം, ദുബായിൽ നിന്നുള്ള ആ കുടുംബത്തെ
നമുക്ക് ശ്രവിക്കാം. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. റോമ 10:17. ഇന്നത്തെ നേഴ്സസ് ടൈം എപ്പിസോഡ് ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകരിലേക്കും വിശ്വാസം നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദുബായിലുള്ള ഒരു കുടുംബത്തെ പരിചയപ്പെടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷിജി. 13 വർഷമായി നേഴ്സായി ദുബായിൽ ജോലി ചെയ്യുന്നു. ഇതെൻ്റെ ജീവിത പങ്കാളി. എൻ്റെ പേര് സിജു. ഞാൻ ദുബായിൽ 21 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഞങ്ങൾ ആലുവ സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവക അംഗങ്ങളാണ്. ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്ന 3 മക്കളാണ്. മൂത്താൾ ആൻസിയ മരിയ, അവളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്നു. രണ്ടാമത്തെ ആൾ ഏഞ്ചൽ മേരി, അവളിപ്പോൾ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മൂന്നാമത്തെ ആൾ ആൻസൺ മാത്യു, അവനിപ്പോൾ 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. സങ്കീർത്തനം 23:4. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലേ? അതേ ചേച്ചി, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 11 ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 11 ഹസ്ബൻഡ് അംബ്ലിക്കൽ ഹെർണിയയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി അംബ്ലിക്കൽ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ സെപ്റ്റംബർ 12 ആയപ്പോഴേക്കും തിരിച്ചിങ്ങോട്ട് പോന്നു. അങ്ങനെ അതിനെ തുടർന്ന് ഹസ്ബൻഡിന് ചെറിയ വയറുവേദനയും ശ്വാസമുട്ടലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് പിന്നെ തിരിച്ച് അതേ ഹോസ്പിറ്റലിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ പോയി. അവിടെ ചെന്ന് അവർ ട്രയാജിൽ നിന്ന് ചെന്ന് ഹസ്ബൻഡ് BP ഒക്കെ എടുത്തപ്പോൾ 70/40 അങ്ങനെ SpO2 70 ഒക്കെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ എത്രയും പെട്ടെന്ന് എമർജൻസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പറഞ്ഞു ഹസ്ബൻഡിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് NGT ട്യൂബ് ഇടുന്നു. ഹസ്ബൻഡ് എൻ്റെ കൂടെ നടന്ന് വന്നതായിരുന്നു. അപ്പോൾ ആൾ പെട്ടെന്ന് ആകെ ബേഴ്സായി എന്നുള്ളൊരു ഇതായിരുന്നു. പറഞ്ഞു ഹസ്ബൻഡിൻ്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്, പെട്ടെന്ന് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ നിന്നിട്ട് ഹസ്ബൻഡ് പെട്ടെന്ന് ഹസ്ബൻഡ് നില ഓരോ നിമിഷവും വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താണെന്നുള്ളത് അറിയുന്നില്ല. അപ്പോൾ അവർ അവിടെ നിന്ന് CT സ്കാൻ എടുക്കുന്നു. CT സ്കാൻ എടുത്തിട്ട് എന്താണെന്നുള്ളത് നമ്മളോടൊന്നും പറയുന്നില്ല, എന്താണ് കാര്യങ്ങളെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ ആ ഒരു ദിവസം അവർ അവിടെ കിടത്തി. കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കണ്ടീഷൻ ബുദ്ധിമുട്ടാണ്, വെന്റിലേറ്ററിലാക്കേണ്ടി വന്നു. അങ്ങനെ വെന്റിലേറ്ററിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ദുബായ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടേക്ക് കൊണ്ടുവരാനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ കണ്ടീഷൻ തീർത്തും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എന്താ പറഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് പോകാൻ ഒന്നും പോലും പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു, വെന്റിലേറ്ററിൽ കിടക്കാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ കൂടി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വരികയും പേഷ്യൻ്റെ ഹസ്ബൻഡിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം CT സ്കാനിൻ്റെ റിപ്പോർട്ടൊക്കെ അവിടേക്ക് അയച്ചു തരാനായിട്ട് പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് ഇൻഡസ്റ്റൈനിൽ, ഈ കുടലിൽ 2-3 സ്ഥലത്ത് മുറിവുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ആ മുറിവിൽ മലം ഇതായിക്കാണ് പെട്ടെന്ന് തന്നെ ഓപ്പൺ സർജറി ചെയ്യണം എന്ന്. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർക്ക് അതിനുള്ളൊരു ഒരു അവസ്ഥയല്ലായിരുന്നു. പക്ഷേ നമുക്ക് ദുബായ് ഹോസ്പിറ്റലിലേക്ക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാനായിട്ട് പറ്റില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോരുന്ന വഴിയിൽ തന്നെ ഹസ്ബൻഡ് എങ്ങനെയും ആളുടെ നില അത്ര ഇതായിരുന്നു, വെന്റിലേറ്ററിൽ കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളൊരവസ്ഥ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ എന്ത് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇത് എല്ലാവരും കൂടി വന്നിരുന്നു. നേഴ്സിംഗ് കൂട്ടായ്മ, എല്ലാ കൂട്ടായ്മയിൽ നിന്നും ഒക്കെ പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ സഹകരണങ്ങളും ഉണ്ടായിരുന്നു. ഞാനൊരു ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, അങ്ങനെ ഒരു വചനത്തിൻ്റെ ശക്തി എൻ്റെ മനസ്സിൽ കൂടെ വന്നു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തി. അവിടുത്തെ ഡോക്ടർ അതിന് എഗ്രി ചെയ്തു.
ദുബായ് ഹോസ്പിറ്റലിലേക്ക് എടുക്കാനായിട്ട്. അങ്ങനെ ഹസ്ബൻഡിനെ ആംബുലൻസിൽ വെന്റിലേറ്ററിലാക്കി ദുബായ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ദുബായ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞു, ഹസ്ബൻഡ് ഓപ്പറേഷൻ ബെഡിൽ തന്നെ വെച്ച് പോകാമെന്നൊരു സ്റ്റേജാണെന്ന് പറഞ്ഞു. ഒറ്റ ഡോക്ടർമാർക്കും യാതൊരു അങ്ങനെ ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. അപ്പം അവർ സൈൻ ചെയ്യാനായിട്ട് അങ്ങനെ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഹസ്ബൻഡ് നില വളരെ ഇതാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഞങ്ങൾ ഓപ്പറേഷൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന്. അങ്ങനെ പറഞ്ഞ ആ ഒരു അവസ്ഥ ഹസ്ബൻഡ് ഓപ്പറേഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രാർത്ഥന കൂട്ടായ്മക്കാരെല്ലാവരും കൂടി വന്ന് കരുണക്കൊന്ത ചൊല്ലലും കൊന്ത ചൊല്ലി എല്ലാം കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ മക്കളാണെങ്കിൽ വീട്ടിൽ തന്നെ, അപ്പോൾ അവരുടെ അടുത്തിരിക്കാനായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഇവരെല്ലാവരും കൂടിയിട്ട് അവിടെ വീട്ടിൽ അവരുടെ അടുത്ത് നിൽക്കാനും ഒക്കെ ഒരു അവസ്ഥ. ഞാനാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒന്നല്ലാത്തൊരവസ്ഥയിൽ കൂടി അങ്ങനെ നിന്ന് പോയ ഒരു ഇതായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് വെന്റിലേറ്ററിൽ തന്നെ 12 ദിവസം വെന്റിലേറ്ററിൽ തന്നെ കിടത്തി. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നത്തെ ദിവസം നമ്മുടെ വർഗീസ് അച്ഛൻ രോഗീലേപനം കൊടുത്ത് രോഗീലേപനം കൊടുത്ത് മരിച്ച ലാസറിനെ ഉയർപ്പിച്ച യേശുനാഥൻ ചേട്ടനെ പതിയായിട്ട് ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുവരായിരുന്നു. ഹസ്ബൻഡ് അബ്ഡോമനിൽ കൊളസ്റ്റമി ഇട്ടു. ഇൻഡസ്ട്രീനിലൊക്കെ മലമൊക്കെ ഇതൊക്കെ കഴുകി കളഞ്ഞ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊളസ്റ്റമി ബാഗ് ഇടേണ്ടി വന്നിരുന്നു. 3-4 ഡ്രെയിനുകളും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്ന അവസ്ഥ. പിന്നെ അബ്ഡോമൻ ഓപ്പൺ ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ക്ലോസ് ചെയ്ത് അബ്ഡോമൻ ഓപ്പൺ ചെയ്തുകൊണ്ടിട്ടിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അബ്ഡോമിനെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നത്. ഇങ്ങനെ പിന്നെ ആ ഒരു 12 ദിവസം അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് പതുക്കെ വിശുദ്ധ കൂദാശ കൊടുത്തു. ആ സമയത്ത് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ചേച്ചിമാർ അവർ എല്ലാവരും തന്നെ വന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, ഇവിടെ വന്ന് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിച്ചു. ദൈവത്തിൻ്റെ പരിപാലന അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ തൈലം കൊണ്ടുവരികയും നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ എന്നുള്ള ആ ഒരു വലിയൊരു വചനത്തിൻ്റെ സൗഖ്യം ഹസ്ബൻഡിലൂടെ അത് പ്രവർത്തിച്ചു. അങ്ങനെ ഹസ്ബൻഡിനെ ഓരോ ദിവസവും പടിപടിയായി രക്ഷപ്പെട്ട് വന്ന് ഹസ്ബൻഡ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ നിന്ന് പിന്നെ വീട്ടിലേക്ക് വന്നു. ആ കടന്നുപോയ സാഹചര്യമൊക്കെ സിജുവിന് ഓർമ്മയുണ്ടോ? ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ഓപ്പറേഷന് പോയി, തിരിച്ച് വീട്ടിലെത്തി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ, ചെറിയ വേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ അതുവരെ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ബോധം പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മ വരുന്ന സമയത്ത് ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. പക്ഷേ എനിക്ക് ഒന്നും മനസ്സിലായിരുന്നില്ല ആ സമയത്തൊന്നും. പിന്നെ എനിക്ക് അത് കഴിഞ്ഞ് എന്നെ വാർഡിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ശരീരം ഒരുപാട് സ്ഥലത്ത് എനിക്ക് വേദന ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം എനിക്ക് എന്നോട് പലരും പ്രാർത്ഥിക്കാനും അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ വേദന വരുമ്പോൾ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് അതിനുവേണ്ടി ഞാൻ ശ്രമിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ കൂടി എനിക്ക് ഒരുപാട് ആശ്വാസങ്ങൾ, എനിക്ക് ശരീരത്തിന് ഒരുപാട് ആശ്വാസം കിട്ടി തുടങ്ങിയിരുന്നു. അങ്ങനെ ഞാൻ കൂടുതൽ എനിക്ക് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയിട്ടും റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് കൂടുതലും
ബൈബിൾ വായിക്കാനും പ്രാർത്ഥനയോടും അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഓൺലൈനിൽ കുർബാന കാണാനും എനിക്ക് കൂടുതൽ താല്പര്യവും അത് കാണാൻ ചെയ്യാനും ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ചേച്ചി, ഞാൻ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടൊരു അവസ്ഥയല്ലായിരുന്നത്. അപ്പോൾ പ്രെയർ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കാറ്റീസത്തിന് വിടാനായിട്ടും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരാനും പിന്നെ അവർ അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും ഒക്കെ അവരുടേതായ കാര്യങ്ങളപ്പം ആ സമയത്ത് വീട്ടിൽ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇല്ലാണ്ടിരിക്കുന്ന സമയത്തൊക്കെ തൊട്ടടുത്തുനിന്നും ചേച്ചിമാരും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും എല്ലാവരും തന്നെ ചേച്ചിമാരിലൊരു ഭാഗമായിരുന്നല്ലോ, ഒരു ഫുഡ് കൊണ്ടുവന്ന് തരലും അങ്ങനെയൊക്കെ ഒത്തിരി ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യ മക്കളിലൂടെ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു ചേച്ചി അതൊക്കെ. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ശരീരത്തിൽ ഓൾറെഡി ഒരു ബാഗ് കണക്ട് ചെയ്തിരുന്നു, കുടൽ സൈഡിലേക്ക് ഇതാക്കിയിട്ട് ബാഗ് കണക്ട് ചെയ്തിരുന്നു. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ഇത് വെച്ചിട്ട് ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ നടക്കാനോ പോകാനൊക്കെ എനിക്ക് സാധിക്കുമെന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ പയ്യെ മക്കളെ ഒന്നും അത് കാണിക്കാനായിട്ട് ഒന്നും ഇതാവാതെ നോക്കാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് അതെല്ലാം എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ഭയമായിട്ട് തന്നെ കിടന്നിരുന്നു. പിന്നെ പയ്യെ ഓരോരുത്തരും എന്നോട് പ്രാർത്ഥിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നെല്ലാം പറയുമ്പോൾ ഞാൻ കൂടുതൽ ആ പ്രാർത്ഥനയോട് അടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതെല്ലാം ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. പിന്നെ ഞാനത് ഇത് വെച്ചിട്ട് ആദ്യം ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി. അതിനുശേഷം ഇത് വെച്ച് ഞാൻ പള്ളിയിലും പോകാൻ തുടങ്ങി. മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് എങ്ങനെയും നടക്കാമെന്നുള്ളൊരു സ്ഥിതിയായി. പിന്നെ എനിക്കിത് മാറ്റി കിട്ടും, എൻ്റെ ശരീരത്തിൽ നിന്ന് ഇത് മാറ്റി ഞാൻ ഒരു പഴയ മനുഷ്യനായി തീരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം ഞാൻ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവർ പറയും 3 മാസമായി 4 മാസമായി, പിന്നെ ചെയ്യാം. ഞാൻ ആദ്യം എൻ്റെ ഓപ്പറേഷൻ സമയത്ത് കിടന്നൊരു സിറ്റുവേഷൻ എപ്പോഴും എന്നെ ഡോക്ടർ ഓർമ്മിപ്പിക്കുകയായിരുന്നു, നീ ഇപ്പോൾ പെട്ടെന്ന് ചെയ്താൽ നിനക്ക് വീണ്ടും എന്തെങ്കിലും മാറ്റം ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറഞ്ഞ് 5-6 മാസം അപ്പോഴും എൻ്റെ മനസ്സ് ആദ്യമൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, അയ്യോ ഇനി ചെയ്യാൻ പറ്റുമോ. എന്നാലും എൻ്റെ ആ പ്രാർത്ഥനയുടെ ശക്തിയുടെ ഒരൊറ്റ ബലത്തിൽ മാത്രം എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയും പിന്നെ 6 മാസത്തിന് ശേഷം എനിക്ക് എൻ്റെ ബാഗ് മാറ്റി ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യനായി ഞാൻ ഡ്യൂട്ടിക്ക് പോകാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും എനിക്ക് സാധിക്കുന്നുണ്ട്. സർവശക്തനായ ദൈവത്തിന് മഹത്വം. ചേച്ചിക്ക് അറിയാമല്ലോ, ഡിസ്ചാർജ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ കൊളസ്റ്റമി ബാഗും ഒക്കെ ആയിട്ടാണല്ലോ വന്നത്. അപ്പം ആ സമയത്ത് വല്ലാത്തൊരു വിഷമമായിരുന്നു. മക്കളെ കാണോ എന്നൊക്കെ വെച്ചിട്ട് വളരെ കെയർഫുള്ളായിട്ടാണ് ഇതാവാറുള്ളത്. അപ്പം ഇത് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര വേദനയായിരിക്കും. അപ്പം ആള് തന്നെ എല്ലാ ദിവസവും ഞാൻ ഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ സ്വർഗസ്നായും നന്മ നിറമേയും ചൊല്ലി കാഴ്ചവെക്കും. അങ്ങനെ കന്നിതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അബ്ഡോമൻ്റെ വൂണ്ട് നല്ലൊരു ഉണ്ടായിരുന്നു. അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ കരിഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞ് അവർ ഡോക്ടർ വന്ന് ഫോളോ അപ്പിന് ചെന്നപ്പോൾ അവർ പറഞ്ഞു കൊളോണോസ്കോപ്പി ചെയ്യണം. കൊളോണോസ്കോപ്പി ചെയ്ത് ഇൻഡസ്റ്റൈനിൻ്റെ സ്ഥിതി എന്താണെന്നൊക്കെ നോക്കിയിട്ട് വേണം ഇനി കൊളസ്റ്റമി റിവേഴ്സൽ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൊളസ്റ്റമിക്ക് കൊളോണോസ്കോപ്പി ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചേച്ചിയോട് വിളിച്ചിരുന്നില്ല ചേച്ചി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥനയുണ്ട്, എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്. അപ്പം ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു. വല്ലാത്തൊരു വിഷമമായിരുന്നു. അങ്ങനെ കൊളോണോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ഓക്കെ ആണോ എന്ന് പറഞ്ഞപ്പം എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ ഡോക്ടറെ അടുത്ത് വന്ന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ഫിറ്റ് ആണ്, സർജറിക്ക് ഫിറ്റാന്ന് പറഞ്ഞു. അങ്ങനെ ആളെന്നോട് ഇത് കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഞാൻ ഈ സമയത്തൊക്കെ വിചാരിക്കാറുണ്ട്, ഞാനിങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ സ്മെല്ലെടുക്കുമോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നോട് പിന്നെയാണ് പറയുന്നത്. അങ്ങനെ അത്രയും വിഷമങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ആൾ പറഞ്ഞു, അങ്ങനെ
കൊളസ്റ്റമി റിവേഴ്സലൊക്കെ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇപ്പോൾ നോർമലായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതന്നെ വലിയൊരു കാര്യമാണ്. ആൾ വിചാരിച്ചിരുന്നില്ല അങ്ങനെയൊക്കെ നടക്കുമെന്നുള്ളത്. ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുത പ്രവൃത്തിയാണ് അതായത് കാണാനായിട്ട് സാധിച്ചത്. സിജു ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തതെന്നൊന്ന് പറയാമോ? ഹസ്ബൻഡ് ഹോസ്പിറ്റലായി ഇങ്ങനെ ഇത്ര ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടന്നുകൊണ്ടിരുന്നപ്പം മക്കളുടെ കാര്യവും എല്ലാം ദൈവം ക്രമീകരിച്ചു. സങ്കീർത്തനം 23:1 പറയുന്നില്ലേ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ലെന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിലെല്ലാം ഒരു കുറവില്ലാതെ നടത്തി. ഒന്ന് പറയാമോ മോളെ? മമ്മീൻ്റെ ഫ്രണ്ട്സും ആൻറ്റിമാരൊക്കെ വന്ന് വീട്ടിൽ വന്ന് നമുക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു കഴിഞ്ഞു. അതിനൂടെ ക്ലീനാക്കി പപ്പയ്ക്ക് ഇൻഫെക്ഷൻ ഇല്ലാതെ വേണ്ടി എല്ലാ സാധനം ക്ലിയറാക്കി വെച്ചു. പിന്നെ നമുക്ക് എപ്പോഴും കാറ്റസിസം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി. അപ്പോൾ അതൊരെണ്ണം നമ്മൾ 3 പേരും റെഡിയായി പിന്നെ മെട്രോക്ക് പോയി കാറ്റസിസം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ കുർബാനയുണ്ട്. അപ്പോൾ ആ കുർബാനയിൽ നമുക്ക് പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ എപ്പോഴും. നിനക്ക് എൻ്റെ കൃപ മതി എന്ന വചനത്തിൻ്റെ ശക്തിയാൽ ഇനിയും ഇത്രത്തോളം നിങ്ങളെ നടത്തിയ ദൈവം, ഈ വലിയ കഷ്ടതയിലും ബുദ്ധിമുട്ടുകളിലൊക്കെ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്തിയ ദൈവം ഇനിയുള്ള നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ താങ്ങും കോട്ടയുമായിട്ട് എപ്പോഴും ഈശോ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ മാതാവിൻ്റെ നീല അങ്കിക്കുള്ളിൽ നിങ്ങളെല്ലാവരെയും പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. രോഗങ്ങളും അതുമൂലമുണ്ടാകുന്ന വേദനകളും കാരണം അനേകർ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നതായി നമ്മൾ കണ്ടിട്ടുമുണ്ടാവാം, കേട്ടിട്ടുമുണ്ടാവാം. അപ്പോഴും നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് എന്ന തിരുവചനത്തിൻ്റെ ശക്തി രുചിച്ചറിഞ്ഞ ദുബായിൽ നിന്നുള്ള ഈ കുടുംബത്തിൻ്റെ അനുഭവ സാക്ഷ്യം നമ്മൾ ശ്രവിച്ചല്ലോ. ജീവിതത്തിൻ്റെ ഓരോ വേദനകളും ദുഃഖങ്ങളും കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയാവട്ടെ, വിശുദ്ധനാവട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.